والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى سائر الأنبياء والمرسلين وآل كل وصحابة أجمعين. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം പഠിക്കുന്ന കാര്യങ്ങൾ, നാം പറയുന്നതും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അർബഈൻ നവവിയുടെ 9ാമത്തെ ഹദീസാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن أبي هريرة عبد الرحمن بن صخر رضي الله عنه ഒൻപതാമത്തെ ഹദീസ് അല്ല, 10ാമത്തെ ഹദീസ്. قال رسول الله صلى الله عليه وسلم إن الله تعالى طيب لا يقبل إلا طيبا وإن الله تعالى أمر المؤمنين بما أمر به المرسلين فقال تعالى يا أيها الرسل كلوا من الطيبات واعملوا صالحا وقال تعالى يا أيها الذين آمنوا كلوا من طيبات ما رزقناكم ثم ذكر الرجل يطيل السفر أشعث أغبر يمد يديه إلى السماء يا ربي يا ربي ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب له رواه مسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്. ന്യൂനതകളെ തൊട്ടെല്ലാം അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അവന്റെ അടിമകളിൽ നിന്ന് അവൻ പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. അടിമകളുടെ വാക്കാണെങ്കിലും പരിശുദ്ധമാവണം, അടിമകളുടെ അമലുകൾ പരിശുദ്ധമാവണം, അടിമകളുടെ സമ്പത്ത് പരിശുദ്ധമാവണം, പരിശുദ്ധമായ കർമ്മങ്ങളും പരിശുദ്ധമായ വാക്കുകളും സമ്പത്തും മാത്രമാണ് അല്ലാഹു മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു, പരിശുദ്ധമായ വാക്കാണ് അല്ലാഹുവിലേക്ക് ഉയരുന്നത്, ഏറ്റവും നല്ല വാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യാഖ്യാനിച്ച മുഫസ്സിറുകളുണ്ട്. വൽ അമലു സ്വാലിഹു യർഫഉഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമുത്ത് ത്വയ്യിബ്, ആ കലിമുത്ത് ത്വയ്യിബാണ് അല്ലാഹുവിലേക്ക് ഉയരുന്നത്. വൽ അമലു സ്വാലിഹു യർഫഉഹു, സ്വാലിഹായ കർമ്മത്തിന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്, അതിന് മാത്രമാണ് അല്ലാഹു പ്രതിഫലം തരുക. ഇങ്ങനെ ആയത്ത് കാണാം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അല്ലാഹുമായിട്ടുള്ള ലിഖാഅ്, അല്ലാഹുവിന്റെ ആ തിരുദർശനം,
നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വാലിഹായ അമൽ ചെയ്യട്ടെ. അതുപോലെ മറ്റൊരായത്തിൽ കാണാം, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ. നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി മോശമായത് നിങ്ങൾ കരുതി വെക്കരുത്. നിങ്ങൾ ഇൻഫാക്ക് ചെയ്യുമ്പോൾ, വല്ലതും ദാനം ചെയ്യുമ്പോൾ പരിശുദ്ധമായത് മാത്രം നിങ്ങൾ കൊടുക്കുക. വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും, അതുപോലെ സമ്പത്ത് സദഖ ചെയ്യുകയാണെങ്കിലും ഒക്കെ പരിശുദ്ധമാവണം എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും കൽപ്പിക്കുന്നത്. സാധാരണ ഒരു ചിന്തയുണ്ട്, ഏതെങ്കിലും രൂപത്തിൽ പലിശ അക്കൗണ്ടിലൊക്കെ വന്നാൽ അതുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാം, അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ അത് സദഖ ചെയ്യാം എന്നൊക്കെ ഒരു ധാരണയുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനിക്തസബ മാലൻ ഹറാമൻ വതസദ്ദഖ ബിഹി ലം യുഖബൽ മിൻഹു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ ഒരു ഹറാമായ മുതൽ സമ്പാദിക്കുകയും അത് സ്വതക്ക ചെയ്യുകയും ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, ആ സ്വതക്ക സ്വീകരിക്കുകയില്ല. എന്നാ സ്വീകരിക്കാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ പോരെ. അതാണോ? അതും ശരിയല്ല. കാരണം ഹദീസിന്റെ വേറെ റിവായത്തിൽ കാണാം, മൻ കസബ മാലൻ ഹറാമൻ ഫതസദ്ദഖ ബിഹി ലം യകും ലഹു ഫീഹി അജ്റുൻ. ഒരാൾ ഹറാമായ മുതൽ സമ്പാദിച്ചു, അത് സദഖ ചെയ്തു എങ്കിൽ അതിൽ പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, വകാന ഇസ്മുഹു അലൈഹി, അതിന്റെ ശിക്ഷ അവന് ലഭിക്കുക തന്നെ ചെയ്യും, കുറ്റം വേറെ ഉണ്ടാകും. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വതക്ക ചെയ്യാനല്ലേ, അതേതായാലും സുന്നത്തല്ലേ, അതിപ്പോ എങ്ങനെങ്കിലും അങ്ങോട്ട് ചെയ്തു തീർത്താൽ മതി, അത് ഹലാലും ഹറാമൊന്നും നോക്കണ്ട. പലിശ ഭാഗത്തിലൂടെ കിട്ടിയതാണെങ്കിലും അങ്ങനെയെങ്കിലും സ്വതക്ക നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത്, മൻ അൻഫഖ മിനൽ ഹറാമി ഫീ ത്വഅത്തില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഹറാമിൽ നിന്ന് ചെലവഴിച്ചാൽ, കാന കമൻ ത്വഹറ സൗബ ബിൽ ബൗൽ, ഒരു വസ്ത്രം അത് മൂത്രം കൊണ്ട് ശുദ്ധിയാക്കുന്നത് പോലെയാണ്. ഇമാം ഗസാലി റഹിമഹുല്ല ഇഹ്യാഇൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ ഹറാമിൽ നിന്ന് എടുത്ത് അള്ളാഹുവിന്റെ ത്വഅത്തിൽ ചെലവഴിച്ചു, ഹറാമായ സമ്പാദ്യം അവിഹിത മാർഗത്തിലൂടെ കിട്ടിയതായ മുതല്, ആ മുതല് പള്ളിയിലേക്കും യതീംഖാനയിലേക്കും സംഭാവന ചെയ്തു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം, അതുകൊണ്ടൊരു മുസ്ഹഫ് വാങ്ങി പള്ളിയിൽ കൊടുത്തു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളുണ്ട് അയാൾക്ക് കൊടുത്തു, എന്നാൽ അത് മൂത്രം കൊണ്ട് സൗബ് ശുദ്ധിയാക്കിയതുപോലെയാണ്, വസ്ത്രം ശുദ്ധിയാക്കിയതുപോലെയാണ്. വഴിയിലിരിക്കുന്ന യാചകർക്ക് പലപ്പോഴും നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കാറുണ്ട്. എവിടുന്നോ വീണ് കിട്ടിയ ഒരു ക്യാഷ്, അത് ആദ്യമേ ഇവനെ എടുക്കേണ്ട ആവശ്യമില്ല, ഇവൻ അത് എടുത്തതിന്റെ ശേഷമാണ് അവന് തോന്നിയത്, ഇത് എടുക്കാൻ പറ്റില്ല എന്നല്ലോ, എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഇത് കൊണ്ടുപോകരുതല്ലോ, ഏതായാലും ആവട്ടെ ആ യാചകനാണ് കൊടുക്കാം. അങ്ങനെ ക്യാഷ്
വീണ് കിട്ടിയ ക്യാഷ് യാചകർക്ക് കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അതൊന്നും പാടില്ല. ശുബ്ഹ ഉള്ള മുതല് ഇനി ഹറാമല്ല, ശുബ്ഹയാണ്. ശുബ്ഹ എന്ന് പറഞ്ഞാൽ ഹലാലും ഹറാമും കൂടിക്കലർന്ന, കുറച്ചൊക്കെ ഹറാമും ഉണ്ട്, കുറച്ചൊക്കെ ഹലാലും ഉണ്ട്. ഇതിലേതാണ് ഹറാമ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനാണ് ശുബ്ഹ എന്ന് പറയുന്നത്. ശുബ്ഹത്തുള്ള മുതല് സദഖക്ക് വേണ്ടി ഉപയോഗിക്കൽ അത് കറാഹത്താണ്. അതുപോലെ താഴ്ന്ന മുതല്, താഴ്ന്ന ഭക്ഷണം, പുഴുള്ള അരി അല്ലെങ്കിൽ ധാന്യം, പഴയ ധാന്യം, ഇത് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ സംഗതി നമ്പർ 2 ആണ്. ഇതൊക്കെ സ്വതക്ക ചെയ്യൽ കറാഹത്താണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ട മുതലിൽ നിന്ന് മാത്രം നിങ്ങൾ ചെലവഴിച്ചാൽ മാത്രമേ നിങ്ങൾ പൂർണ്ണമായ പ്രതിഫലം എത്തിച്ചവരാവുകയുള്ളൂ. അപ്പോ നമ്മളൊക്കെ ബിർറ് ചെയ്യുന്നവരാവണം, ഗുണകാംക്ഷികളാവണം. അതുകൊണ്ട് പൂർണ്ണമായും ഹലാൽ എന്ന് ഉറപ്പുള്ളത് മാത്രം സ്വതക്ക ചെയ്യുക. നാം ഇഷ്ടപ്പെടുന്നത് ഏറ്റവും മുന്തിയ വിഭാഗമാണ്. എന്നാൽ സ്വതക്ക ചെയ്യുമ്പോഴും ആ മുന്തിയത് തന്നെ സ്വതക്ക ചെയ്യുക. ഒരു ധാരണയുണ്ട്, ഫിത്ർ സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ, അരി കൊടുക്കുന്ന സമയത്ത്, അതേതായാലും ഫിത്ർ സക്കാത്തല്ലേ, അതിനിപ്പോ താഴ്ന്ന അരി മതി, മുന്തിയത് ഏറ്റവും മെച്ചപ്പെട്ടതും കാണാൻ ഭംഗിയുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയുണ്ട്. അത്തരം സ്വതക്കകളെല്ലാം കറാഹത്താണ്. അതുപോലെ ഹലാലും ഹറാമും കൂടിക്കലർന്നതാണ്. അതിൽ നിന്നും സ്വതക്ക ചെയ്യൽ കറാഹത്താണ്. ഹറാമാണെന്ന് ഉറപ്പുള്ള ഒരു മുതൽ എടുത്ത് സ്വതക്ക ചെയ്യൽ, സ്വതക്ക ചെയ്യുന്നത് മാത്രമല്ല ഏതെങ്കിലും ഹൈറായ മാർഗത്തിലൊക്കെ അത് ചെലവഴിക്കൽ, അത് കടുത്ത ഹറാമാണ്. അള്ളാഹു സ്വീകരിക്കുകയില്ല, അവൻ അതിന്റെ കുറ്റവുമുണ്ട് എന്നാണ്. നമുക്ക് പ്യുവറായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവർകൾ മുത്തബിഉ സുന്ന, തിരുസുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. അദ്ദേഹം സ്വതക്ക ചെയ്യുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ള അത് മാത്രമേ സ്വതക്ക ചെയ്യാറുള്ളൂ. സുക്കരി എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത്. ഈത്തപ്പഴത്തിൽ പല വിഭാഗവുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുക്കരി എന്ന് പറയും. നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതാണ് സദഖ ചെയ്യാറുള്ളത്. ഇപ്പോഴും നമുക്ക് മദീനയിലൊക്കെ പോയാൽ കിട്ടുന്നൊരു ഈത്തപ്പഴമാണ് ഈ സുക്കർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതാണ് സദഖ ചെയ്യാറുള്ളത്. ആരോ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ സുക്കർ മാത്രം സദഖ ചെയ്യുന്നത്, തങ്ങൾ എന്താ സുക്കർ മാത്രം സദഖ ചെയ്യുന്നത്? മഹാനവർകൾ പറഞ്ഞത്, ഇന്നി ഉഹിബ്ബുഹു, എനിക്കിഷ്ടം സുക്കറാണ്, അതുകൊണ്ട് ഈ സുക്കരി ഞാൻ സദഖ ചെയ്യുകയാണ്. മുത്തബിഉ സുന്നയാണ്, സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്, പിൻപറ്റുന്നവരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ക്യാഷ് കുറവാണെങ്കിൽ, അജ്വ വാങ്ങാനൊന്നും ക്യാഷില്ല, തികയില്ല എങ്കിൽ പിന്നെ നല്ലത് സുക്കരിയാണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഇഷ്ടമുള്ള
ഈത്തപ്പഴം, കാരക്ക, സുക്കരിയാണ്. നമുക്ക് ഹദീസിലേക്ക് വരാം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു പരിശുദ്ധനാണ്, അവൻ അടിമകളിൽ നിന്ന് പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ തആല അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീന. അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിച്ച കാര്യം അവന്റെ മുർസലീങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. അംബിയാ മുർസലീങ്ങളോട് എന്തൊരു കാര്യമാണോ അള്ളാഹു കൽപ്പിച്ചത് അത് തന്നെയാണ് സത്യവിശ്വാസികളോടും അള്ളാഹു കൽപ്പിച്ചത്. ഫഖാല തആല യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. അള്ളാഹു മുർസലീങ്ങളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹർ റുസുലു, ഓ മുർസലീങ്ങളെ, പ്രവാചകരെ, കുലൂ മിനത് ത്വയ്യിബാതി, നിങ്ങൾ ഹലാലിൽ നിന്ന് കഴിക്കുക, ഹലാലായ മുതലിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. വഅമലൂ സ്വാലിഹൻ, സ്വാലിഹായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, സ്വാലിഹായ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത് അള്ളാഹു മുർസലീങ്ങളോട് പറഞ്ഞതാണ്. ഇതേ കാര്യം അള്ളാഹു മുഅ്മിനീങ്ങളോടും പറയുന്നുണ്ട്. വഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. ഓ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നുള്ള പരിശുദ്ധമായത് ഹലാൽ, നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി നാം പടച്ച ഹലാൽ, ഹലാലിൽ നിന്ന് നിങ്ങൾ കഴിക്കുക. ഹലാലായ വസ്തുവിനാണ് ത്വയ്യിബ് എന്ന് പറയുന്നത്. കുലൂ മിനത് ത്വയ്യിബാത്തി എന്ന് പറഞ്ഞ ആ ത്വയ്യിബും, അതുപോലെ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും എന്ന് സത്യവിശ്വാസികളോട് പറഞ്ഞ ത്വയ്യിബും അത് ഹലാലാണ്. അമ്പിയാക്കളോടും സത്യവിശ്വാസികളോടും ഹലാല് തന്നെ കഴിക്കൽ നിർബന്ധമാണ് എന്ന പ്രത്യേകമായ കൽപ്പന രണ്ടു കൂട്ടർക്കും തുല്യമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ഒരേ ശൈലിയിലാ പറഞ്ഞത്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. ടേസ്റ്റ് ഉണ്ടാവലല്ല ഹലാലിന്റെ മാനദണ്ഡം. രുചി നോക്കിയിട്ടല്ല ഹലാല് തീരുമാനിക്കപ്പെടുന്നത്. രുചിയില്ല എങ്കിലും ചില വസ്തുക്കൾ അത് ഹലാലായിരിക്കും, അത് കഴിക്കലും ഹലാലാണ്. ചില മരുന്നുകൾ അത് ഭയങ്കര കയ്പായിരിക്കും, എന്നാലും അത് ഹലാലാണ്. അതേസമയം ഹറാമ് അത് എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും അത് ഹറാമ് തന്നെയാണ്. അത് ശിക്ഷയിലേക്ക് ചേർത്തുന്നതാണ്. മഹാന്മാർ ഉദാഹരണം പറയുന്നുണ്ട്. ലഹ്മുൽ ഖിൻസീർ ലദീദുൻ, പന്നിമാംസം അത് ടേസ്റ്റ് ഉണ്ടാകും, പക്ഷെ വഹുവ ഹറാമുൻ ഇജ്മാഅൻ, എല്ലാ മദ്ഹബിന്റെ ഇമാമികളും അത് കഴിക്കൽ ഹറാമാണെന്നതിൽ ഇജ്മാ ആണ്. അപ്പൊ ടേസ്റ്റ് അല്ല ഹറാമും ഹലാലും തീരുമാനിക്കുന്നത്, മറിച്ച് അള്ളാഹു കൽപ്പിച്ചതാണോ, കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാണോ എങ്കിൽ അത് ഹലാലാണ്. അതേസമയം പാടില്ലെന്ന് പറഞ്ഞോ അത് ഹറാമാണ്, അത് നമ്മുടെ ശരീരത്തിനെ പ്രയാസപ്പെടുത്തുന്നതാണ്, ശിക്ഷയിലേക്ക് ചേർത്തുന്നതാണ്.
ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹം ധാന്യം കുറച്ച് പയറുവർഗം കഴിച്ചു. പയറ് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വയറ് വീർത്തു. ആരോ പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതല്ലേ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നല്ലതേ കഴിക്കാവൂന്നു. നിങ്ങളെ വയറിന് ഇത് പറ്റാത്തൊരു സാധനമാണ്, ഗ്യാസ് ഉള്ളതാണ് ഈ പയറ് വർഗങ്ങൾ, അത് കഴിക്കാൻ പാടില്ലായിരുന്നു, ഖുർആൻ പറഞ്ഞതിന് എതിര് ചെയ്തതല്ലേ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞു, ഹൈഹാത്ത ഹൈഹാത്ത ദഹബ്ത ബിഹി ഇലാ ഗൈരി മദ്ഹബിഹി, ഖുർആൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല. ത്വയ്യിബാത്ത് ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നമാ യുരീദു ത്വീബൽ കസ്ബി വലാ യുരീദു ത്വീബത് ത്വആം. ത്വയ്യിബാത്തി മാ റസഖ്നാക്കും എന്ന് പറഞ്ഞാൽ നല്ല സമ്പാദ്യം, ഹലാലായ മാർഗത്തിലൂടെ വന്ന സമ്പാദിച്ചെടുത്ത മുതലിൽ നിന്ന് എന്നാണ് അർത്ഥം. അല്ലാതെ ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ സമ്പാദിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോൾ ആ സമ്പാദിക്കുന്ന മുതല് അത് ഹലാലാവണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സമ്പാദ്യം ജോലി ചെയ്താവാം, കൃഷി ചെയ്താവാം, കച്ചവടം ചെയ്താവാം. മനുഷ്യരുടെ സമ്പാദ്യത്തിൽ ഏറ്റവും നല്ല ജോലിയായി പരിഗണിക്കപ്പെടുന്നത് അസ്സിറാഅ, കൃഷിയാണ്. സിറാഅത്താണ് ഏറ്റവും നല്ല സമ്പാദ്യ മാർഗം, കൃഷി. കാരണം അത് തവക്കുലിലേക്ക് ഏറ്റവും അടുത്തതാണ്. ഒരാൾ ഒരു വിത്ത് വിതക്കുമ്പോൾ പൂർണ്ണമായും അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ടാണ് അത് വിതക്കുന്നത്. മഴ ലഭിക്കുമോ ആവോ, പുഴുക്കേട് പിടിക്കുമോ ആവോ, എത്ര കായ് ലഭിക്കും ഉറപ്പില്ല. മണ്ടരിയോ മഹാളിയോ വന്നാൽ കാര്യം പോക്കാണ്. അള്ളാഹുവിൽ മുഴുവനും ഏൽപ്പിച്ചുകൊണ്ടാണ് അവൻ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അടിമക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് കൃഷിയാണ്. അത് കഴിഞ്ഞാൽ കൈത്തൊഴിൽ. എന്താ കാരണം? കൈത്തൊഴിലിൽ കിട്ടുന്ന വരുമാനം അവന്റെ കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ടാണ് അവന് ലഭിക്കുന്നത്. തുന്നൽ കൈത്തൊഴിലാണ്, ടൈപ്പിംഗ് കൈത്തൊഴിലാണ്. അങ്ങനെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി, ആ ജോലിയിലൂടെ കിട്ടുന്ന സമ്പാദ്യം, അതിനാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനമാണ് കച്ചവടം, ട്രേഡ്. കാരണം അതിന് മഹാന്മാർ പറയുന്നത് സഹാബികൾ കൂടുതൽ പേരും കച്ചവടം ചെയ്തിട്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖുറൈശിൽ പറയുന്നുണ്ട്, ലഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. അത് അല്ലാഹു വലിയൊരു അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. ഖുറൈശികൾക്ക് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഷാമിലേക്കും യമനിലേക്കുമായി യാത്രകൾ സംഘടിപ്പിച്ച് കച്ചവടം ചെയ്യുന്നത്, അതിലൂടെ ഉപജീവന മാർഗം കഴിയാന്നുള്ളത് അള്ളാഹു അവർക്ക് നൽകിയൊരു വലിയ അനുഗ്രഹമാണ്. സഹാബികൾ കൂടുതൽ ആളുകളും കച്ചവടം ചെയ്തിട്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനം കച്ചവടത്തിന്. ഏറ്റവും ഉത്തമം കൃഷി, രണ്ടാമത്തേത് കൈത്തൊഴിൽ, മൂന്നാമത്തേത്
കച്ചവടം. ഇങ്ങനെയാണ് ആ തെർത്തീബ്, ആ ഓർഡർ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നജസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരാൾ അധ്വാനിക്കുന്നത്. ഉദാഹരണം, അറവ് ജോലി. അറവ് ജോലിയാകുമ്പോൾ എപ്പോഴും അയാൾ നജസുമായി ബന്ധപ്പെട്ടിരിക്കും. കോഴിക്കടകളിലും അതുപോലൊക്കെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും നജസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ജോലികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അത്തരം ജോലികൾ കറാഹത്താണ്. അതുപോലെ ഊറക്കിടുക കറാഹത്താണ്. അതേസമയം ജനങ്ങൾ താഴ്ന്നതായി കണക്കാക്കുന്ന ചില ജോലികളുണ്ട്. ഉദാഹരണം പലതുണ്ട്. ഹാരിസ്, വെയിറ്റർ, പാറാവുകാരൻ, ഓഫീസിൽ വലിയ ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ആളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഇതൊരു 2ാം നമ്പർ ജോലിയാണ്. അതുപോലെ കസ്ബുൽ ഹല്ലാഖ്, ബാർബർമാർ, അവരുടെ ജോലിയും ജനങ്ങൾ സാധാരണ താഴ്ന്നതായിട്ടാണ് കാണുന്നത്. അത്തരം ജോലികൾ എന്നാലും കറാഹത്തില്ല. കാരണം അതൊക്കെ കറാഹത്താക്കിയാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ശരീരത്തിനു ജോലിയെ കുറിച്ച് പറഞ്ഞു. ഇനി കഴിക്കുന്ന ഭക്ഷണം, ശരീരത്തിനോ ബുദ്ധിക്കോ പ്രയാസമുണ്ടാക്കുന്ന ഏത് ഭക്ഷണവും അത് ഉപയോഗിക്കൽ ഹറാമാണ്. ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്ന, മഹാന്മാർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, മണ്ണ്, അതുപോലെ കുപ്പിച്ചില്ല്, ഉറപ്പാണ് അത് കഴിച്ചാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാകും. വിഷം, അതുപോലെ കഞ്ചാവ്, ഇങ്ങനെയുള്ള ശരീരത്തിന് പ്രയാസപ്പെടുത്തുന്ന ഏതൊക്കെയുണ്ടോ അതെല്ലാം ഉപയോഗിക്കൽ അത് ഹറാമാണ്. ഓരോന്നോരോന്നായി എടുത്തു പറയേണ്ട. ശരീരത്തിന് അത് പ്രയാസമുണ്ട് എന്ന് ഡോക്ടർമാരോ അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കൽ ഹറാമാണ്. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹലാലായ ഭക്ഷണം അത് ആവശ്യത്തിന് കഴിക്കുക. ആവശ്യത്തിലുപരി ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കുന്ന പ്രവണത അത് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകമായി മഹാന്മാർ എണ്ണിയ ചില സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം, ഒരു അതിഥി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ അതിഥിയെ സൽക്കരിക്കുകയാണ്. അതിഥിയുടെ മുമ്പിൽ നമ്മൾ തികയാത്ത കളി കളിക്കരുത്. അവിടെ നന്നായിട്ട് തപസ്സുത്ത് വേണം. കുറച്ച് ഭക്ഷണത്തിൽ കുറച്ച് വിശാലത കാണിക്കണം. മുഹറം 10, പെരുന്നാൾ പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ നമ്മുടെ സന്താനങ്ങൾക്ക് കൂടുതലായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതിൽ തപസ്സുത്ത് വിശാലത കാണിക്കുക, അതും സുന്നത്തായി മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. പരിശുദ്ധമായത് മാത്രം കഴിക്കുക. അള്ളാഹുവിന്റെ തൃപ്തിക്കത് കാരണമാണ്. പരിശുദ്ധമായത് കഴിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തിക്കത് കാരണമാണ്. അള്ളാഹുവിന്റെ പൊരുത്തമാണ് അതുകൊണ്ട് ലഭിക്കുക. ഇനി മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഖുവത്തുണ്ടാവണം, ശക്തി ഉണ്ടാവണം, എന്റെ ശരീരം നല്ല ആരോഗ്യത്തോടുകൂടെ നിലനിന്നാൽ മാത്രമേ ഇബാദത്തിന് ഖുവത്തുണ്ടാവുള്ളൂ. ആ
ലക്ഷ്യത്തോടുകൂടെ ശരീരത്തെ ഹയാത്താക്കണം, ഇബാദത്തിന് ഖുവ്വത്ത് ലഭിക്കണം, ശക്തി ലഭിക്കണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാൾ ഒരു ഹലാലായ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കുകയാണ്, അതിന് കൂലി കിട്ടും. കാരണം വേറൊരു ലക്ഷ്യം അതിന്റെ പിന്നിലില്ല. നേരെ മറിച്ച് ഒരു ആഡംബരം, എന്റെ ആഗ്രഹം ശമിപ്പിക്കുക, ആ രൂപത്തിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ല. എങ്ങനെങ്കിലും വിശപ്പടക്കുക എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് നിസ്കരിക്കാനാണ്, അതിന് ആരോഗ്യം വേണം, ആഫിയത്ത് വേണം, എൻ്റെ മക്കളെ പോറ്റാനാണ്. എൻ്റെ മക്കളെ ഹലാല് കഴിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഞാൻ ഇന്ന് ജോലിക്ക് ഇറങ്ങുന്നത് അതിനു വേണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ശക്തി ലഭിക്കാനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചാൽ അതിന് പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു നമ്മെ പഠിപ്പിക്കുന്നു, സുമ്മ ദക്കറ അർറജുല, പിന്നെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, യുതീലു സഫറ, അയാൾ ദീർഘയാത്ര ചെയ്യുന്നു, അശ്അസ അഗ്ബറ, അയാൾ മുടി ജടകുത്തിയിട്ടുണ്ട്, പൊടിപടലങ്ങൾ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ പിടിച്ച് ആളാകെ മുഷിഞ്ഞു പോയിട്ടുണ്ട്, ദീർഘയാത്ര നടത്തിയിട്ടുണ്ട്. യാത്ര നടത്തിയാൽ ഉദ്ദേശ സമയത്ത് കുളിക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ മുടിയൊക്കെ അങ്ങനെ പാറിപ്പറഞ്ഞതാണ്. വസ്ത്രം അലക്കാൻ സാധിക്കാത്തത് കൊണ്ട് അയാൾ മുഷിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അർറജുല യുതീലു സഫറ അശ്അസ അഗ്ബറ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മുടി ജടകുത്തിയ പൊടിപുരണ്ട വസ്ത്രങ്ങളുമായി ഒരാൾ സുദീർഘമായി യാത്ര നടത്തുന്നു. യമുദ്ദു യദൈഹി ഇലസ്സമാ, അവൻ ആകാശത്തിലേക്ക് അവന്റെ രണ്ട് കൈകളും നീട്ടി യാചിക്കുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഹദീസിന്റെ പദത്തിൽ സുമ്മ ദക്കറ അർ റജുല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പുരുഷൻ, പുരുഷൻ എന്ന് മാത്രമല്ല സ്ത്രീ ആയാലും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ കൂടുതലായും യാത്ര ചെയ്യുന്നവർ പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ പുരുഷനെ മാത്രം പരാമർശിച്ചത്. സ്ത്രീകൾ ഈ നിയമത്തിന് ബാധകമല്ല എന്നല്ല ഉദ്ദേശം. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. യാത്രക്കാരന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. ദഅവത്തുൽ മുസാഫിർ ഇജാബത്തുള്ള ഒരു ദുആയാണ്. ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് യാത്രക്കാരന്റെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ യാത്ര പോകാൻ നമ്മളോട് ആരെങ്കിലും യാത്ര പറയുമ്പോൾ ദുആ ചെയ്യണേ എന്നൊരു വസിയത്ത് ചെയ്യൽ നല്ലതാണ്, തിരുചര്യയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു നല്ല ചര്യയാണത്, ദുആ ചെയ്യണേ. അപ്പോ ആ യാത്രക്കാരൻ ഇവന്റെ അഭാവത്തിൽ വെച്ച്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവന്റെ അഭാവത്തിൽ വെച്ച് ചെയ്യുന്ന ആ പ്രാർത്ഥന അതും സ്വീകരിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരാൾ സുദീർഘമായ യാത്ര നടത്തി മുടി ജടകുത്തി അയാൾ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്, യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തിലേക്ക് മുകൾ ഭാഗത്തേക്ക് കൈ ഉയർത്തുന്നു. അയാൾ വിനയാന്വിതനായി അള്ളാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബി യാ റബ്ബി, എന്റെ രക്ഷിതാവേ എന്റെ രക്ഷിതാവേ എന്നവൻ ചോദിച്ച് യാചിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതേസമയം വമത്അമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം വിലക്കപ്പെട്ടതാണ്, ഹറാമാണ്. അവൻ കുടിക്കുന്ന പാനീയം അത് ഹറാമാണ്.
വമൽബസുഹു ഹറാമുൻ, അവൻ ധരിക്കുന്ന വസ്ത്രവും ഹറാമാണ്. ഇങ്ങനെ അവന്റെ വസ്ത്രവും ഹറാമ്, ഭക്ഷണവും അന്നവും എല്ലാം ഹറാം. വഗുദിയ ബിൽ ഹറാമി, അവൻ ഹറാമിലൂടെയാണ് അവന്റെ ഭക്ഷണം കഴിക്കപ്പെടുന്നത്. ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ എവിടുന്നാണ് ഉത്തരം കിട്ടുക? പ്രാർത്ഥനക്ക് അവൻ ഉത്തരം എങ്ങനെ ലഭിക്കും? കാരണം അവന്റെ എല്ലാം ഹറാമാണ്. അവന്റെ വസ്ത്രവും അവന്റെ ഭക്ഷണവും എല്ലാം ഹറാമാണ്. എന്നാൽ അതേസമയം ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കാൻ മറ്റു ഘടകങ്ങളൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. യാത്രക്കാരനാണ്, അള്ളാഹുലേക്ക് കേണപേക്ഷിച്ച് യാചിക്കുന്നവനാണ്, എല്ലാ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇവകൾ ഹറാമായതുകൊണ്ട് ഫഅന്നാ യുസ്തജാബു, എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ തൊട്ട് ഉദ്ധരിക്കുന്നു, ബലഗനി അന്ന മൂസ അലൈഹിസ്സലാം മർറ ബിറജുലിൻ ഖായിമിൻ യദ്ഉ വയതളറഉ തവീലൻ. മൂസാ നബി അലൈഹിസ്സലാം ഒരു ആളുടെ അരികിലൂടെ നടന്നു പോകുന്നു. ആ വ്യക്തി ദുആ ചെയ്യുന്നു. കുറേ സമയം അത് കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബി ആ മനുഷ്യനെ കണ്ടപ്പോ ഒന്ന് നിന്നു, അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. ഈ മനുഷ്യൻ കുറേ സമയമായല്ലോ ദുആ ചെയ്യുന്നു. അമസ്തജബ്ത ലിഅബ്ദിക, നിന്റെ ഈ അടിമക്ക് വേണ്ടി നീ ഇജാബത്ത് നൽകിയിട്ടില്ലേ പടച്ചോനെ? നീ ഉത്തരം നൽകിയിട്ടില്ലേ പടച്ചോനെ? അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു കൊടുക്കുന്നു, യാ മൂസാ ഇന്നഹു ലൗ ബക്കാ ഹത്താ തരിഫത് നഫ്സുഹു, അയാളുടെ റൂഹ് പോകുന്നത് വരെ അയാൾ കരഞ്ഞ് കരഞ്ഞ് അയാളുടെ കൈ ഉയർത്തി, വറഫഅ യദഹു ഹത്താ ബലഗ അനാനസ്സമാ, ആകാശം മുട്ടുവോളം അയാൾ കൈ ഉയർത്തി. കൈ ഉയർന്നു 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 പോയി ആകാശം മുട്ടി എന്ന് തന്നെ വെക്കുക. കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അയാൾ കൊടുക്കും. എന്താ കാരണം? മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്താ കാരണം? ലിഅന്ന ഫീ ബത്നിഹി അൽ ഹറാം, അല്ലാഹു തആല പറഞ്ഞു അദ്ദേഹത്തിന്റെ വയറ്റിൽ ഹറാമുണ്ട്. വഅലാ ളുഹ്രിഹി അൽ ഹറാം, അയാളുടെ മുതുകിൽ മുഴുവനും ഹറാമാണ്. വഫീ ബൈത്തിഹി അൽ ഹറാം, അയാളുടെ വീട്ടിലുള്ളതും ഹറാമാണ്. കുറച്ചുകൂടി ഗൗരവമാണ്. വസ്ത്രം ഹലാലായ മാത്രം പോരാ, കഴിക്കുന്ന ഭക്ഷണം ഹലാലായ മാത്രം പോരാ, കുടിക്കുന്ന വെള്ളം ഹലാലായാൽ മാത്രം പോരാ, വീട്ടിലുള്ളതും ഹലാലായിത്തീരണം. നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവനും ഹലാലായിത്തീരണം. എന്നാൽ മാത്രമേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, പടച്ചവനെ, അല്ലാഹുവിന്റെ ഹബീബേ, തിരുദൂതരെ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളാക്കണം എന്നെ. അതിന് താങ്കൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുക. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളായിത്തീരണം ഞാൻ. അതിന് താങ്കൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അത്വിബ് മത്അമക, ഭക്ഷണം പരിശുദ്ധമായത് മാത്രം കഴിക്കുക. ത്വയ്യിബ് മാത്രം.
കഴിക്കുക. എങ്കിൽ തകുൻ മുസ്തജാബദ് ദഅവ, നിങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിത്തീരും. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആത്വിബു മത്അമക വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നൽ അബ്ദ ലയഖ്ദിഫുൽ ലുഖ്മതൽ ഹറാമ ഫീ ജൗഫിഹി, ഒരു മനുഷ്യൻ അയാളുടെ വയറ്റിലേക്ക് ഹറാമാണ് ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ മാ യതഖബ്ബലു മിൻഹു 40 യൗമൻ, 40 ദിവസം അതിന്റെ എഫക്റ്റ് അവന്റെ ശരീരത്തിലുണ്ടാവും. 40 ദിവസം അവനിൽ നിന്ന് അള്ളാഹു ഒന്നും കബൂലാക്കൂല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല, അവന്റെ ദിക്റും ഖുർആനും ഒന്നും സ്വീകരിക്കൂല. കാരണം അവൻ ഒരു ഹറാമായ ഒരു ലുഖ്മത്ത്, ഒരു ഉരുള അവന്റെ വയറ്റിലേക്ക് എത്തിച്ചു. 40 ദിവസം കബൂലാക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നു, വ അയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരടിമയും അവന്റെ ശരീരകോശങ്ങൾ വളരുന്നത് ഹറാമിൽ നിന്നാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതുമായി ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവൻ തിന്നത് ഹറാമാണെങ്കിൽ ആ ഹറാമിലൂടെയാണ് അവന്റെ ശരീരം വളർന്നതെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അവനോട് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ ഒരു കാരണം ശരിക്കും ഹറാം ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കും. അല്ലാഹു തആല നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹലാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്നുള്ളൊരു ഉറപ്പ്, ഒരു ദൃഢനിശ്ചയം നാം ചെയ്യുക. സയ്യിദന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, റഈസു സാഹിദീൻ, സാഹിദീങ്ങളുടെ നേതാവാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ബസ്രയിലെ ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്നത് മഹാനാണല്ലോ, എല്ലാവർക്കും അത്ഭുതമായി. കുറെ ആളുകളൊക്കെ അദ്ദേഹത്തെ വളഞ്ഞു. വലിയ മഹാനാണ്, കേട്ടിട്ടുണ്ട്, പലരും അപ്പൊ കാണാണ്. എല്ലാവർക്കും അത്ഭുതം. അറിയുന്ന ആരോ ചോദിച്ചു, യാ അബാ ഇസ്ഹാഖ് മാ ലനാ നദ്ഉ ഫലാ യുസ്തജാബു ലനാ, ഞങ്ങൾ കുറെ ആയി ദുആ ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. എന്താണ് കാരണം? അതിനൊരു മറുപടി നിങ്ങൾ തരണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്നോട് ചോദിക്കുകയാണ്. മഹാനവർകൾ പറഞ്ഞു, ലിഅന്ന ഖുലൂബക്കും മാതത് ബിഅശറതി അഷ്യാ, ദുആക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലേ? അതിന് കാരണം നിങ്ങളുടെ ഹൃദയം ചത്തുപോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം 10 കാര്യങ്ങളെ കൊണ്ട് അവകൾ മരവിച്ചു പോയിട്ടുണ്ട്, മൗത്തായി പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ? മഹാനവറുകൾ എണ്ണുകയാണ്. അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹഖ്ഖഹു, ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാൻ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. ഈ 10 കാര്യങ്ങളും നമ്മളിലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക, എന്നിട്ടൊരു പുനർവിചിന്തനം നടത്തുക. അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹഖ്ഖഹു, അള്ളാഹുവിനെ കുറിച്ച് മാരിഫത്ത് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹു ഉണ്ടെന്ന വിവരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല, വീട്ടിയിട്ടില്ല. ഒരു കാരണമാണത്.
വസാനി രണ്ടാമത്തും അന്നക്കും തുഹിബ്ബൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തും സുന്നത്തഹു. നിങ്ങൾ വാദിക്കുന്നത് അള്ളാന്റെ റസൂലിനെ മഹബത്ത് വെക്കുന്നുണ്ട് എന്നാണ്. റസൂലുള്ളാഹിനോട് വലിയ മഹബത്താണ്, ഇഷ്ടമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതും നിങ്ങൾ വാദിക്കുന്നതും. പക്ഷേ വതറക്തും സുന്നത്തഹു, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുന്നില്ല, അത് ഒഴിവാക്കുകയാണ്. തല നിങ്ങൾ മറക്കുന്നില്ല. തല മറക്കല് നിസ്കാര സമയത്തും അല്ലാത്തപ്പോഴൊക്കെ സുന്നത്താണ്, തിരുനബിയുടെ സുന്നത്താണ്. ചെരുപ്പ് ധരിക്കുക, ഒന്നിടവിട്ട ദിവസങ്ങളിൽ എണ്ണ തേക്കുക, ഇങ്ങനെ തിരുനബിക്ക് ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് സുന്നത്തുകളാണെന്ന നിലക്ക് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ അല്ലെങ്കിൽ തീരെ സുന്നത്തുകൾ നിങ്ങൾ വർജിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ റസൂലുള്ളാഹിയോട് മഹബത്ത് ഉണ്ട് എന്നാണ് നിങ്ങളുടെ വാദം. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഖറഅതുൽ ഖുർആന ഫലം തഅമലു ബിഹി. ഖുർആൻ നിങ്ങൾ ഓതുന്നു, പക്ഷെ അതനുസരിച്ച് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. ഖുർആനിൽ എത്രയെത്ര സുന്ദരമായ അധ്യാപനങ്ങളുണ്ട്. അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ? ഉൾക്കൊള്ളുന്നില്ല. ഇല്ല. 4 അക്കൽതും നിഅമല്ലാഹ്. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ കഴിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുന്നു. അതേസമയം വലം തുഅദ്ദു ശുക്രഹ, അതിന് വേണ്ട രൂപത്തിലുള്ള ശുക്ർ, നന്ദി നിങ്ങൾ നിറവേറ്റുന്നില്ല, നിങ്ങൾ വീട്ടുന്നില്ല. ഇതാണ് 4ാമത്തെ പ്രശ്നം. അള്ളാഹു തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് അള്ളാഹുവിന് വേണ്ടതുപോലെ ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക എന്നുള്ളതില്ല. 5ാമത്തേത് ഖുൽതും ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും വലം തുഖാലിഫൂഹ്. നിങ്ങൾ പറയുന്നത് പിശാച് നിങ്ങളുടെ ശത്രുവാണ്, മനുഷ്യരുടെ ശത്രുവാണ് പിശാച്, ശൈത്വാൻ എന്ന് നിങ്ങൾ വാദിക്കുന്നു, നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ വലം തുഖാലിഫു, ആ പിശാചിന് നിങ്ങൾ എതിര് ചെയ്യുന്നില്ല. എപ്പോഴും പിശാചിനെ ധിക്കരിച്ച് നടക്കേണ്ട നിങ്ങൾ ഇടക്കിടക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങളെ പിശാച് സ്വാധീനിച്ച് നിങ്ങൾ ചീത്ത ചിന്തകളും പ്രവൃത്തികളൊക്കെ നിങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടൂല. 6ാമത്തെ കാരണം ഇബ്രാഹിമുൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു ഖുൽതും ഇന്നൽ ജന്നത ഹഖ്ഖുൻ വലം തഅമലൂ ലഹാ. നിങ്ങൾ പറയുന്നുണ്ട് സ്വർഗം അത് യാഥാർത്ഥ്യമാണ്, അതിങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് സ്വർഗം ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊന്നും ഞങ്ങൾ നടത്തുന്നില്ല, കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. സ്വർഗമുണ്ടെന്ന് സമ്മതിക്കുന്നു. 7ാമത്തത് ഖുൽതും ഇന്നന്നാറ ഹഖ്ഖുൻ വലം തഅമലൂ ലഹാ. നരകം അതും ഉള്ളത് തന്നെയാണ്, യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വലം തഹ്റബൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നില്ല, ഓടിപ്പോകുന്നില്ല, അതിൽ രക്ഷപ്പെടാൻ. 8ാമത്തത് മഹാനവറുകൾ പറയുന്നു ഇന്നൽ മൗത ഹഖ്ഖുൻ വലം തസ്തഇദ്ദൂ ലഹു. മരണം അത് യാഥാർത്ഥ്യമാണ്, പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ഞാൻ ഏത് നിമിഷവും മരിക്കേണ്ടവനാണ്, മരിച്ചു പോവോ എന്നുള്ള ആ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊന്നും നിങ്ങൾ നടത്താറില്ല. 9ാമത്തെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻതബഹ്തും മിനൻ നൗം, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഫഷ്തഗൽതും ബി ഉയൂബിൻ നാസ്, ജനങ്ങളുടെ ന്യൂനത അതെന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ച് അതിലാണ് നിങ്ങൾ മുഴുകുന്നത്. വനസീതും ഉയൂബക്കും, നിങ്ങൾക്ക് കുറെ ന്യൂനതകളുണ്ട്, ആ ന്യൂനതകളെല്ലാം നിങ്ങൾ മറച്ചു വെക്കുന്നു, നിങ്ങൾ മറന്നുപോയി. സ്വന്തം ന്യൂനതകൾ അറിയാതെ മറ്റു ജനങ്ങൾക്ക് എന്തുണ്ട് പോരായ്മകൾ, ന്യൂനതകൾ, അത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്.
ഇത് നിങ്ങളുടെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ജനങ്ങളുടെ ന്യൂനതകൾ അന്വേഷിച്ച് നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ രാവിലെ നേരം പുലരുന്നത്. നിങ്ങളുടെ പ്രശ്നമാണ്. 10ാമത്തെ കാര്യം, ദഫൻതും മൗതാക്കും വലം തഅ്തബിറൂ ബിഹിം. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുറെ ആൾക്കാർ, ജനങ്ങളൊക്കെ മരണശേഷം നിങ്ങൾ മറവ് ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ ഇതുപോലെ നാളെ മരിക്കേണ്ടവനാണല്ലോ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങൾ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ല. ഈ 10 കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം. ഈ 10 കാര്യങ്ങൾ നിങ്ങളിൽ ഉടക്കിയത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം മരവിച്ചു പോയി, ചത്തുപോയി. ഹൃദയത്തിന് ഹയാത്ത് വരണം. ഹയാത്ത് വന്നാൽ മാത്രമേ അള്ളാഹു ദുആ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് കുറെ വർഷമായല്ലോ, കുറെ കാലമായല്ലോ ഞാൻ ഇങ്ങനെ ദ്വാരക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ അതിനൊരു മറുപടിയും കിട്ടിയില്ല, ഒരു ഇജാബത്തും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ആദ്യം നമ്മൾ ക്ലിയർ ആകുക. പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് നാം ഓതിയത്. പിന്നീട് നമ്മെ പഠിപ്പിച്ചത് ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, പാനീയം ഹറാമാണ്. ഇതെല്ലാം ഹറാമായിട്ട് കൂടി ഒരാൾ സുദീർഘമായ യാത്ര നടത്തി, മുടി ജടകുത്തി, പൊടി പുരണ്ട മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അള്ളാഹുവിലേക്ക് യാചിച്ച് പക്ഷേ അവന്റെ ഭക്ഷണം ഹറാമാണെങ്കിൽ അവന് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? ഹലാല് മാത്രം സമ്പാദിക്കുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നാം പറഞ്ഞതും പഠിച്ചതും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗമാക്കുമാറാവട്ടെ. നമ്മെയും അവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ നാം കേട്ട, നാം പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ കൊടുത്തുമാറാവട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന പരിശുദ്ധ ദീനിന്റെ ഖാദിമുകളിൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി ആരൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അവർക്കെല്ലാം സർവശക്തൻ അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുന്നാര ഹബീബിന്റെ ഷഫാഅത്ത് നമുക്കും അവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. അവിടുത്തെ തൃക്കൈ കൊണ്ട് ഹൗദുൽ കൗസർ കോരി കുടിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ സംഘടനാ നേതാക്കൾ, എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. ഒരുപാട് ആളുകൾ ഖബറിലാണ്. പ്രത്യേകിച്ചും ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ച കുവൈത്തിൽ നിന്ന് അബ്ദുള്ള വാവാട് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആണ്ടാണിന്ന്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.